ഹലോ, ഇന്ന് നമ്മൾ സെയ്ഡ് ഗിസ്റ്റ് എക്സാം അടുത്തിട്ടുണ്ട്. 9th നമ്മുടെ സെയ്ഡ് ഗിസ്റ്റ് എക്സാം. സോ അപ്പോൾ നമുക്ക് ഇതിലത്തെ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഓരോ മൊഡ്യൂളത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോ ഭയങ്കര ലോങ് ആവുകയാണ്. സോ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ടൈം കുറവാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ ടൈമില്ല. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ആൻസറും നോട്ട് ചെയ്ത് പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ സെയ്ഡ് ഗിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. അതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ സൗണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് ബൈ പേൾ എസ് ബക്കിത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കണേ. സോ നമുക്ക് വൈകിക്കാതെ വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സോ അതിൽ ആദ്യം നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺസ്? അപ്പോൾ അതിൻ്റെ ആൻസർ എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ പീപ്പിൾ ബിലീവ് ഇൻ ഗാന്ധി? എന്തുകൊണ്ടാണ് ആളുകൾ ഗാന്ധിജിയിൽ വിശ്വസിച്ചിരുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? പീപ്പിൾ ബിലീവ്ഡ് ഇൻ ഗാന്ധി ബിക്കോസ് ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് അതേഴ്സ് ടു ഡു. ഹി ലീവ്ഡ് ബൈ എക്സാമ്പിൾ ആൻഡ് ഹി ന്യൂ ദ ഇമ്പോർട്ടൻസ് ഓഫ് ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഷോർട്ടാക്കിയിട്ട് ഹി പുട്ട് ഹിസ് വേർഡ്സ് ഇൻ ടു പ്രാക്ടീസ് ആൻഡ് പീപ്പിൾ സോ ദിസ് വാസ് ട്രൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധിനെ വിശ്വസിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഗാന്ധിജി ഒരാളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്ത് കാട്ടിക്കൊടുത്തിട്ടുണ്ട്, അത് സത്യമാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാവരും ഗാന്ധിജിയിൽ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ അത് പോസ് ചെയ്തിട്ട് ആൻസർ എഴുതിയെടുക്കുക കേട്ടോ. പീപ്പിൾ ബിലീവ്ഡ് ഇൻ ഗാന്ധി ബിക്കോസ് ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് അതേഴ്സ് ടു ഡു. ഹി ലിവ്ഡ് ആസ് ആൻ എക്സാമ്പിൾ ആൻഡ് പീപ്പിൾ സോ ദിസ് വാസ് ട്രൂ. നൗ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വേൾഡ് ലോങ് ഫോർ? എന്താണ് ലോകം കാംക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ വേൾഡ് ലോങ്സ് ഫോർ ഗുഡ്നെസ് ആൻഡ് പീസ്. ഓക്കെ, ദ വേൾഡ് ലോങ്സ് ഫോർ ഗുഡ്നെസ് ആൻഡ് പീസ്. ഓക്കെ, സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ലോകം കാംക്ഷിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ആർ ദ ലോട്ട് റെഫേർഡ് ടു ആസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ്? ലവേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ്? The lovers of the violence include the ignorant, the stupid, the inventors of atom bombs, the generals, the captains, the surgeons and the soldiers. Okay, so ഇത്രയും പേരാണ് ലവേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. സ്റ്റുപ്പിഡ്, ഇഗ്നോറൻറ്റ്, ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്, ജനറൽസ്, ക്യാപ്റ്റൻസ്, സർജൻസ് ആൻഡ് ദ ലിറ്റിൽ സോൾജേഴ്സ്. ഓക്കെ, now next question, what is the fate of those who rebel against the lovers of violence? ലവേഴ്സ് ഓഫ് വയലൻസിൻ്റെ എതിരെ പ്രവർത്തിക്കുന്നവരുടെ വിധി, ഫെയ്റ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കണം. എന്താണ്? ദ ഫെയ്റ്റ് ഓഫ് ദോസ് ഹു റിബൽ അഗെയിൻസ്റ്റ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് ഈസ് ഡെത്ത്. മരണമാണ് അവർക്കുള്ള ഫെയ്റ്റ് എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് എ ഫിംഗർ അപ്പോൺ എ ട്രിഗർ, എ ബട്ടൺ, എ ഫ്ലാഷ്, എ ബ്ലാസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ് റിമെയിൻസ് ആർ സൈലൻസ് ആൻഡ് ആഷസ്. അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ വിധി എന്ന് പറയുന്ന ഫെയ്റ്റ് എന്ന് പറയുന്നത് ഡെത്ത് ആയിരിക്കും. ഒരു പുൾ ഓഫ് എ ട്രിഗർ, ഒരു തോക്കിലോ ബോംബിലോ എന്തെങ്കിലും ഒരു ഇതിൽ അവർ അവസാനിപ്പിക്കും. അപ്പോൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതുക. ദ ഫേറ്റ് ഓഫ് ദോസ് ഹു റിബൽ അഗെയിൻസ്റ്റ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് ഈസ് ഡെത്ത്. ദ വാർമോംഗേഴ്സ് വിൽ എൻഡ് ദം ഇൻ ദ പുൾ ഓഫ് എ ട്രിഗർ, ഇൻ എ ഫ്ലാഷ് ഓർ എ ബ്ലാസ്റ്റ്. അപ്പോൾ ഇതിലത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഇനി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ, വൈ ഡു ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ്? ആറ്റം ബോംബിൻ്റെ ഇൻവെൻറ്റേഴ്സ് വയലൻസിന് ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയാൻ കാരണം എന്താണ്? എന്തൊക്കെയാണ് അതിലെഴുതേണ്ടത്? ആറ്റം ബോംബ്സ് എന്ന് പറഞ്ഞാൽ അതൊരു എപ്പിക് ഡിസ്ട്രക്ഷൻ ആണ്. ആറ്റം ബോംബ്സ് ബ്രിങ്സ് എപ്പിക് ഡിസ്ട്രക്ഷൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ദേ ആർ അഫ്രൈഡ് ഓഫ് ദ സിമ്പിൾ ട്രൂത്ത്. സത്യത്തിനെ പേടിക്കുന്നവരാണ് ഈ ഒരു വയലൻസ് ഇഷ്ടപ്പെടുന്നത്. അതുമാതിരി തന്നെ അത് ആരൊക്കെയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ദി ഇഗ്നോറൻറ്റ്, സ്റ്റുപ്പിഡ്, ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ്, ജനറൽസ്, ക്യാപ്റ്റൻസ്, സർജൻസ് ആൻഡ് ദ സോൾജേഴ്സ് ആർ ഓൾ ദ ലവേഴ്സ് ഓഫ് വയലൻസ്. പിന്നെ പറയുക ഇവരെന്താ ചെയ്യുക? ഓൾ ദാറ്റ് ദേ ഹേറ്റ് ഓർ ഓൾ ദാറ്റ് ദേ ഫിയർ ഓർ ദോസ് ഹു റിബൽ അഗെയിൻസ്റ്റ് ദം. അവർ പേടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഒറ്റ വിധിയുള്ളൂ, ഡെത്താണ്.
പിന്നെ അവർ പറയുന്നത് എന്താ വെച്ചാൽ വേൾഡ് ബെറ്റർ ആവുക വയലൻസ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ വാർ ഉള്ളപ്പോഴാണ് വേൾഡിൽ ബെറ്റർ ആവുക എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഈ ഒരു ആറ്റം ബോംബ് യൂസ് ചെയ്യുന്നത് ഇന്നസെൻറ്റ് പീപ്പിളിനെതിരെയും പവർലെസ് നേഷൻസിൻ്റെ എതിരെയാണ്. അപ്പോൾ വയലൻസ് ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് പോയിന്റ് നോട്ട് ചെയ്യുക. ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ് ബിക്കോസ് they are afraid of the simple truth. Okay? Atom bomb brings epic destruction. It is the stupid, ignorant man's response to all that he fears, all that he hates, and to all those who rebel against him. They think the world is a better place when everything is replied with war. Okay? And they use it on innocent people and powerless nations. പിന്നെ ആണെങ്കിൽ എക്സ്ട്രാ അങ്ങനെ പറയാം, ടുഡേ മില്യൺസ് ക്യാൻ ബി കിൽഡ് ആസ് ഈസിലി ആസ് വൺ, അങ്ങനെ അതൊക്കെ പറയാം. സോ അതാണ് വൈ ഡു ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ് എന്നുള്ളതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രൂവ്സ് ഗാന്ധിജീസ് റൈറ്റിയസ്നെസ്? ഗാന്ധിജിയുടെ റൈറ്റിയസ്നെസ്, നീതി തെളിയിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഗാന്ധിജിയുടെ റൈറ്റിയസ്നെസ് തെളിയിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ആണ്. ഹിസ് ആക്ഷൻസ് പ്രൂവ് ഹിസ് റൈറ്റിയസ്നെസ്. ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് അതേഴ്സ് ടു ഡു. ഗാന്ധി ആയിരുന്നു എന്ത് ട്രൂത്ത് എന്ന് പറയുന്നത്. ഗാന്ധിജി വാസ് ട്രൂത്ത്. ഹി ന്യൂ ഹി വാസ് റൈറ്റ് ആൻഡ് ദ വേൾഡ് ന്യൂ ഹി വാസ് റൈറ്റ്. ഗാന്ധിജി ശരിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ കൊന്ന നാഥുറാം ഗോഡ്സെക്കും അറിയാം ഗാന്ധിജി ശരിയാണെന്ന്. പിന്നെ പറയുക അദ്ദേഹത്തിൻ്റെ ആക്ഷനാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിയസ്നെസ് പ്രൂവ് ചെയ്ത് തരുന്നത്. ഹിസ് ആക്ഷൻസ് പ്രൂവ് ഹിസ് റൈറ്റിയസ്നെസ്. പിന്നെന്താണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് വയലൻസിനെ നോൺ വയലൻസ് വെച്ചിട്ട് റെസിസ്റ്റ് ചെയ്യാനാണ്. ഹി ഓൾവേസ് ടോൾ ദ പീപ്പിൾ ടു റെസിസ്റ്റ് വയലൻസ് വിത്ത് നോൺ വയലൻസ്. ഓക്കെ, പിന്നെന്താണ് അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഗാന്ധിജിയുടെ ഒരു റൈറ്റിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല നമ്മുടെ ദ വേൾഡ് ഈസ് സിക്ക് ഓഫ് വാർ ആൻഡ് വയലൻസ്. ഓക്കെ, നമുക്ക് ആവശ്യം പീസാണ്. പീസ് ആൻഡ് പീസ് മേക്കേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, സോ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പീപ്പിളിന് മനസ്സിലായപ്പോഴാണ് അവർ ഗാന്ധിജിയിൽ ബിലീവ് ചെയ്യാൻ തുടങ്ങിയത്. സോ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്തോളൂ. ഹിസ് ആക്ഷൻസ് പ്രൂവ് ഹിസ് റൈറ്റിയസ്നെസ്. He always did what he told the people to do. Then Gandhi was truth. He knew he was right and the world knew he was right. Even his murderer knew he was right. Okay. പിന്നെ പറയാ, the world no more needs violence, hatred or quarrels, but peace and peacemakers. Then his life exemplified whatever he taught his followers. Okay, and he was indeed a great man, a simple man with great wisdom. അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഗാന്ധിസ് അസാസിൻ ഇസ് റിലീസ്ഡ്? ഗാന്ധിയുടെ ഘാതകനെ, അദ്ദേഹത്തിനെ കൊന്ന ആളെ സ്വതന്ത്രമാക്കിയാൽ എന്താണ് സംഭവിക്കുക? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം കേട്ടോ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഗാന്ധിസ് അസാസിൻ ഇസ് റിലീസ്ഡ്? എന്താണ് സംഭവിക്കുക ഗാന്ധിയുടെ അസാസിനെ റിലീസ് ചെയ്താൽ? അതായത് ഗാന്ധിയുടെ അസാസിൻ എന്ന് പറയുന്നത് നാഥുറാം ഗോഡ്സെ. അയാളെ പ്രിസണിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, ആരും അയാളെ വെൽക്കം ചെയ്യില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും ആരും തയ്യാറാവില്ല, ബിക്കോസ് ആ കൈകളാണ് ഗാന്ധിജീനെ കൊന്നത്. പിന്നെ സ്ത്രീകൾ അദ്ദേഹത്തിനെ ഭയപ്പെടും, കുട്ടികളെ അവർ പഠിപ്പിക്കും, അയാളെ പുച്ഛിക്കാൻ വേണ്ടി പഠിപ്പിക്കും. പിന്നെ അയാൾക്ക് ഫാമിലി ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. സോ ഈ ഒരു കൊന്നില്ലേ എന്നുള്ള ഒരു കുറ്റബോധത്തിൽ അയാളുടെ ജീവൻ തന്നെ എടുക്കും. ഒന്നില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു റീജനറേഷൻ ഉണ്ടാവും. അദ്ദേഹം പിന്നെ എന്ത് ചോദിച്ചാൽ അയാൾ ഗാന്ധിജിയുടെ ഐഡിയൽസ് ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കും. സോ ഇതൊക്കെയാണ് അയാളെ പ്രിസണിൽ റിലീസ് ചെയ്താൽ ഉണ്ടാവാൻ പോണത്. അപ്പോൾ എന്താണ് ആൻസർ നോട്ട് ചെയ്തോളൂ. He wouldn't be welcomed by anywhere. He cannot hide anywhere in this world. He could never escape what he has done. In fact, there is no escape from one's own conscience. Conscience എന്ന് പറഞ്ഞാൽ മനസാക്ഷിയാണ് കേട്ടോ. Women would be afraid of him and the children would be taught to despise to go near him. Then no one would want to shake hands with him, for those hands are the hands that killed Gandhiji. Then he would be an outcast everywhere. He would be haunted by Gandhi's own spirit. So all this would be a mental torture for him and lead to his destruction. Then if he has a conscience, it would be his regeneration.
through salvation there is peace and Gandhiji loved to forgive. Okay. അപ്പോൾ ഗാന്ധിജിയുടെ കഥ ഇങ്ങനെ റിലീസ് ചെയ്താൽ പോയിന്റ്സ് എന്തൊക്കെയാണ്? നോ വൺ വുഡ് റിസീവ് ഹിം, ഹി വുഡ് ബി വാച്ച്ഡ് ഫോർ ആൻഡ് ഡ്രെഡഡ്, നോ വൺ വുഡ് ടച്ച് ഹിസ് ഹാൻഡ്, വുമൺ വുഡ് ഫിയർ ഹിം, ചിൽഡ്രൻ വുഡ് ബി ടോട്ട് ടു ഡിസ്പൈസ് ഹിം, he would never find a home or friends. Okay. He would be haunted by Gandhi's spirit. സോ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ ആൻസർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഇന്ത്യ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഹെർ ഗ്രേറ്റ്നെസ്? ഇന്ത്യക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ ഗ്രേറ്റ്നെസ്സിൻ്റെ ആ ഒരു മഹത്വത്തിൻ്റെ വാഗ്ദാനം എങ്ങനെയാണ് ഇന്ത്യ പൂർത്തീകരിക്കുക, ഫുൾഫിൽ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? നമ്മൾ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് വഴി ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രേറ്റ്നെസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇന്ത്യ ക്യാൻ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഹെർ ഗ്രേറ്റ്നെസ് ഓൺലി ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇതാക്കാൻ പറ്റുള്ളൂ. ദ വേൾഡ് ഈസ് സിക്ക് ഓഫ് വാർ ആൻഡ് വയലൻസ്. ഓക്കെ. ദ വേൾഡ് ഹാസ് സഫേർഡ് ഇമ്മെൻസ്ലി ബിക്കോസ് ഓഫ് വാർമോങ്ങേഴ്സ് ആൻഡ് വാർലോഡ്സ്. പിന്നെ എന്ത് പറയുകയാണ്? നൗ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ പീസ് മേക്കേഴ്സ്. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ബ്രിങ് പീസ് ടു ദിസ് വേൾഡ് വെർ ഡിഫറെൻറ്റ് ഐഡിയോളജീസ് ക്ലാഷ്. സോ ഇത്രയും പറഞ്ഞാൽ മതി. ഹൗ ക്യാൻ ഇന്ത്യ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഹെർ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഫോർ വിച്ച് ഗാന്ധി സ്റ്റുഡ്. ഓക്കെ. പിന്നെ ദ വേൾഡ് ഈസ് സിക്ക് ഓഫ് വാർ ആൻഡ് വയലൻസ് ആൻഡ് വാട്ട് വി നീഡ് ഇസ് പീസ് ആൻഡ് പീസ് മേക്കേഴ്സ്. ഓക്കെ. War can never bring peace. It can bring only death and destruction. Okay. Violence brings more violence. So Indians should show some courage to be worthy of our Gandhi and to follow his ideals. So അങ്ങനെയാണ് ഇന്ത്യക്ക് അതിൻ്റെ ഗ്രേറ്റ്നെസ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ വരുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിലത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിസ്കസ് പേർലെസ് ബക്സ് പോർട്രയൽ ഓഫ് ഗാന്ധി ഇൻ ഹർ എസ്സേ. സോ ഈ ഒരു പാഠം എഴുതിയിട്ടുള്ളത് പേർലെസ് ബക്കാണ്. സോ പേർലെസ് ബക്ക് എങ്ങനെയാണ് അവരുടെ എസ്സേയിൽ ഗാന്ധിജീനെ ചിത്രീകരിച്ചിട്ടുള്ളത്? സോ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട പോയിന്റ്സിനെ ആദ്യം പറഞ്ഞുതരാം. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആഷസ് ഇപ്പോൾ സ്കാറ്റർ ചെയ്തിട്ടുണ്ട് ഓവർ ദ ഇന്ത്യ. പിന്നെ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അദ്ദേഹത്തിൻ്റെ അൺഡിഫീറ്റബിൾ ഫ്രെയിം, ഫിയർലെസ് സ്പിരിറ്റ് ആൻഡ് ലോങ് ഇയേഴ്സ് ആൻഡ് ഹൈ പേർപ്പസ് ഓൾ വെർ എൻഡഡ് വിത്ത് എ ഗൺ ഷോട്ട്. ഒറ്റ വെടിയിൽ തീർന്നത് അദ്ദേഹത്തിൻ്റെ അൺഡിഫീറ്റബിൾ ഫ്രെയിം, ഫിയർലെസ് സ്പിരിറ്റ്, അതുമാതിരി ഒരുപാട് കാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക്, കഷ്ടപ്പാട്, അതൊക്കെയാണ് ഒറ്റ ഒരു ഗൺ ഷോട്ടിൽ തീർന്നത്. പിന്നെന്താണ്? പിന്നെ പറയുക ഗാന്ധിജിയുടെ വോയിസിനെ പറ്റിയിട്ടാണ്. ഗാന്ധിജിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിരുന്നു, ജെൻറ്റിൽ ആയിരുന്നു, റീസണിങ് ആയിരുന്നു. അത് ഒരു ട്രബിൾഡ് ലൈഫിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ സ്വരമായിരുന്നു ഗാന്ധിജിയുടെ. പിന്നെ ഗാന്ധിജി റൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം ഗാന്ധിജി ശരിയാണെന്നുള്ളത്. അദ്ദേഹത്തിനെ കൊന്ന ആൾക്ക് വരെ അറിയാം ഗാന്ധിജി ശരിയാണെന്നുള്ളത്. പിന്നെ ഗാന്ധിജി സപ്പോർട്ട് ചെയ്യുന്നത് നോൺ വയലൻസ് ആണ്. ഗാന്ധിജിയുടെ എനിമീസിന് വരെ ഒന്നും സംഭവിക്കരുത്, വയലൻസ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗാന്ധിജി. പിന്നെ ഈ ഒരു ഗാന്ധിജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ഭയങ്കര ട്രൂ ആണ്. അപ്പോൾ ആളുകൾക്ക് സിമ്പിൾ ട്രൂത്തിനെയാണ് ഭയം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ട്രൂത്ത് എന്ന് പറയുന്നത് ആറ്റത്തിനെക്കാട്ടിലും ഫണ്ടമെൻ്റൽ ആണെന്നാണ് ഗാന്ധിജി പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയുക വേൾഡ് സിക്ക് ഓഫ് വാർ ആൻഡ് വയലൻസ് ആണ്. നമുക്ക് ആവശ്യം പീസ് ഉണ്ടാക്കുന്ന ആളുകളെയാണ്. അങ്ങനെ നമ്മുടെ ഗാന്ധിജീനെ കുറിച്ചിട്ട് ഒരു നമുക്ക് വേർത്തി ആയിട്ട് ഫീൽ ചെയ്യാനുള്ള കുറച്ച് കറേജെങ്കിലും ഇനിയെങ്കിലും ഇന്ത്യൻസ് കാണിക്കണം, ടു ബി വേർത്തി ഓഫ് അവർ ഗാന്ധി. ആൻഡ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഗാന്ധിജീനെ കുറിച്ചിട്ട് ഈ ഒരു എസ്സേയിൽ പേർലെസ് ബക്ക് പറയുന്നത്. അപ്പോൾ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. എന്താ? ഗാന്ധിജി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെൻ ദ വേൾഡ് ഹാസ് എവർ സീൻ. ഹി ഈസ് ഡെഡ്. ഹിസ് ആഷസ് ആർ സ്കാറ്റേർഡ് ഇൻ ദ വാട്ടേഴ്സ് ആൻഡ് ഓവർ ദ എർത്ത് ഇൻ ഇന്ത്യ. Then the undefeatable frame, the fearless spirit, the long years and the high purpose were all entered with a gunshot. Okay. Then we can say about that lovers of violence. Okay. That stupid, ignorant inventors of atom bomb, generals, captains, surgeons and soldiers are all lovers of violence. അതൊക്കെ പറയാം. പിന്നെ പറയാം ഗാന്ധിജി was only one. His voice was single, gentle and reasoning. It was the voice of conscience in our troubled life. Okay. Then he was right and everyone knew he was right. Even the murderer knew Gandhiji was right.
Then non-violence is the only common sense for human beings. Okay. Then Gandhiji always said we must refuse violence with non-violence. Then his words are simple and true. Then people are afraid of simple truth. Then Gandhi told that truth is more fundamental than the atom, and India should fulfill the promise of her greatness by following the principles and ideologies of Gandhiji. Then the world is sick of war and violence. What we need is peace and peacemakers. Then violence will only bring more violence. So we should show some courage to be worthy of our Gandhi, the father of our nation. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് 2 പോയിന്റ്സ്. ഗാന്ധിജി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് ദർ ഇസ് ഡാർക്ക്നെസ് എവ്രിവെയർ. നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രകാശം പോയി, ഇനി എല്ലായിടത്തും ഇരുട്ടാണെന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എഴുതാം, ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് ദർ ഇസ് ഡാർക്ക്നെസ് എവ്രിവെയർ. പിന്നെ അതുമാതിരി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എത്ര ജനറേഷൻസ് വന്നാലും ചിലപ്പോൾ ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് ചിലപ്പോൾ അവർ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ ബൈ ഹാർട്ട് പഠിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോയിൻറ്റ്സ് നമുക്ക് ഓർത്തിരിക്കുക. പോയിൻറ്റ്സ് പഠിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. സോ അത് അപ്പോൾ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡിൽ വരുന്ന ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ് വരാറുള്ളത്. ഇതിൽ കൂടുതലായിട്ടൊന്നും അങ്ങനെ വരുന്നുണ്ടാവില്ല. ലാസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ടൈമുള്ളതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ താങ്ക് യു.